നേമത്ത് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിച്ച യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. പ്രസവം വീട്ടിൽ തന്നെ നടത്താൻ ഭർത്താവ് നയാസ് നിർബന്ധിച്ചു എന്നാണ് വിവരം. ഗർഭാവസ്ഥയിൽ ഒരിക്കൽ പോലും ഡോക്ടറെ കണ്ടിരുന്നില്ല. വെഞ്ഞാറമൂട് സ്വദേശിയെ വീട്ടിൽ വിളിച്ചു വരുത്തി അക്യൂപങ്ചർ ചികിത്സ നൽകിയെന്ന് പോലീസ് കണ്ടെത്തി. ആശാവർക്കർ DMOയ്ക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ചികിത്സ ഉറപ്പാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നയാസ് ദേഷ്യപ്പെട്ടെന്ന് അയൽക്കാർ പറഞ്ഞു. ആശാവർക്കർമാരോട് മോശമായി പെരുമാറിയെന്നും പരാതിയുണ്ട്. നമുക്ക് ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഈ ആശാവർക്കർ താഴെ ഈ കൊച്ചുങ്ങളെ നോക്കാനായിട്ട് വന്ന സമയത്ത് കൊച്ചുങ്ങളുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവ കയറിപ്പോയപ്പോഴാണ് അറിയുന്നത് 3 മാസം ഗർഭിണിയാണെന്ന്. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്, അല്ലാതെ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ 1 മാസത്തിനകം കൊണ്ട് അവളെ വിലക്കി വെച്ച് ആരുമായിട്ട് സംസാരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് വെളിയിലൊന്നും ഇറങ്ങുകയില്ല, മിണ്ടുകയില്ല. അതിന് ശേഷമാണ് ഭാര്യയും മോളും ഒക്കെ വരക്കം വെച്ചത്. അതുവരെ ആരും വരൂല, തനിച്ച് തന്നെ ആ കൊച്ചുങ്ങളും അവളുമായിട്ട് ഉള്ളത്. അവനും വല്ലപ്പോഴൊക്കെ വരും, വന്നിട്ട് അവൻ പോവും. അത്രയും നമുക്കറിയാവും. ഇന്നലെയാണ് പ്രസവത്തിനിടെ അമിത രക്തസ്രാവത്തെ തുടർന്ന് ഷമീറയും പിന്നാലെ കുഞ്ഞും മരിച്ചത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, ഈ നയാസ് എന്താണ് പോലീസിനോട് ഈ സംഭവത്തെ പറ്റി പറയുന്നത്? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ഷമീറെ ഇവിടെ നോക്കിയിരുന്ന ആശാപ്രവർത്തക നമുക്കൊപ്പം ഉണ്ട്, അവരോട് ചോദിക്കാം. ഞാൻ 4 മാസം ലീവായിരുന്ന സമയം എനിക്ക് പനിയാണ്. ഓഗസ്റ്റ് മാസം ഞാൻ ലീവായിരുന്നു. അപ്പോൾ എനിക്ക് പകരം താൽക്കാലിക ഒരു കുട്ടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഹെൽത്തിൻ്റെ മിഷൻ ധനുഷ് എന്നൊരു പദ്ധതി വഹിച്ചപ്പോഴത്തേക്കും ഇവിടെ അവർ വീട് സന്ദർശിച്ച് നിർബന്ധിച്ച് ഇവരവിടെ വരുത്തിച്ചു. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ഇവർ വന്നു. ഇവർ അംഗൻവാടിയിൽ വന്നിട്ട് ഇവരെ കാണാൻ പറ്റില്ല, പർദ്ദ മാത്രമല്ല കണ്ണ് മറയ്ക്കും എന്ന കണ്ണ് മാത്രമേ കാണാവുള്ളൂ. അങ്ങനെ ഇവരെ ഫേസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ കുഞ്ഞിനെ മാത്രം അംഗൻവാടിയിൽ ഒന്ന് ഇരുത്തുമെന്ന് കേട്ട്. അപ്പോൾ നമ്മളെ കുഞ്ഞിനെ ഇരുത്തുമല്ല, 2.5 വയസ്സ് തൊട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഇരുത്തും. അപ്പോൾ ഈ കുട്ടിക്ക് 3 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് കുഞ്ഞിന് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് 2-3 ദിവസം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ലീവാണെങ്കിൽ എന്നെ വിളിച്ചറിയിച്ചു ഇങ്ങനെ ഒരു പുതിയ കുഞ്ഞ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്നും വരുന്നുണ്ടോയെന്ന് തിരക്കപ്പോഴത്തേക്ക് 3 ദിവസമേ വന്നിട്ടുള്ളൂ, പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഇല്ല, പാലക്കാട്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പേര് എഴുതുമ്പോഴേ പറഞ്ഞു ഞങ്ങളിവിടെ നിൽക്കില്ല, ഞങ്ങളെ വീട് പാലക്കാടാണ്, ഞങ്ങൾ അങ്ങോട്ട് പോകും, അതിന് ഞങ്ങളെ ഡീറ്റെയിൽ ഒന്നും എഴുതാൻ പറ്റില്ല, ഒന്നും തരത്തില്ല, ഭർത്താവിന് അത് ഇഷ്ടമല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ പോയതിനു ശേഷം വീണ്ടും ഞാൻ ഈ നമ്പറിൽ വിളിച്ചുകൊണ്ടേയിരുന്നു. അതായത് ഈ സ്ത്രീ തന്നെ പറഞ്ഞിരുന്നു ഭർത്താവിന് ചികിത്സ തേടുന്നത് ഒന്നിനും ഒരു അംഗൻവാടിയുടെ ഫുഡും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പേരൊന്നും തരത്തില്ല, അവർക്ക് വേണ്ട. അംഗൻവാടിയിൽ കുട്ടികളെ പഠിപ്പിക്കണ്ട, മാത്രമല്ല ഇവരുടെ ഈ പ്രസവമായിട്ട് ബന്ധപ്പെട്ടത് ഗർഭിണിയാണ് എന്നുള്ള നിലയ്ക്ക് ഗർഭിണിയാണോ എന്ന് അറിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് ഞങ്ങൾക്ക് അതിനെ ഫോളോ ഒരു വീട്ടിൽ വരുന്നത് ഞങ്ങൾക്കെല്ലാം എഴുതണം, അത് പിന്നത്തെ കാര്യം. പക്ഷെ കുഞ്ഞിന്റെ ഡീറ്റെയിൽ ഒന്നും തന്നിട്ടുമില്ല. കുഞ്ഞിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ട് അംഗൻവാടി ഇരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം ഇരുത്തിയപ്പം തിരക്ക്, പിന്നെ വിടുന്നില്ല. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഇയാൾക്ക് ഇഷ്ടമില്ല അംഗൻവാടി വിടുന്നത്. അങ്ങനെ ഫോളോ ചെയ്തു. നമ്മൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇല്ല, പാലക്കാട്ടാണ്, നാട്ടിൽ വരുമ്പോഴത്തേക്ക് വരാം. ഒരാണിന്റെ ശബ്ദം. ഇവരുടെ ഗർഭാവസ്ഥയിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്നു. ഫോളോ ചെയ്ത് അപ്പം ഞാൻ 4 മാസം ലീവായിരുന്നല്ലോ, അത് കഴിഞ്ഞ് വന്നിട്ട് ഗർഭിണികൾക്ക് ഫുഡുണ്ട്, അതിന് വേണ്ടി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ അടച്ചിരിക്കുന്നു. അപ്പം നമ്പറിൽ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല, എൻ്റെ ഹസ്ബൻഡിന് അതൊന്നും ഇഷ്ടമില്ല, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. നമ്മളത് വേറെ റിപ്പോർട്ട് ചെയ്തു, മേളിലോട്ട് റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഹെൽത്തിൽ തിരക്കിയപ്പോഴത്തേക്ക് ഇപ്പം ഇവർ പിന്നീട് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവർ ഞങ്ങൾ ഫോൺ പോലും എടുക്കില്ല. ഇവിടെ വന്നാലും ആരും ഇല്ല. നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടു. പല പ്രാവശ്യം ഞാനിവിടെ വന്നു. ഞാൻ ലീവ് കഴിഞ്ഞ് കയറിയത് ജനുവരി 1-നാണ്. അപ്പോഴും വന്നപ്പോഴില്ല. എൻ്റെ പേര് പ്രഭ. വേണു, അത്തരത്തിൽ തൊട്ടടുത്ത അംഗനവാടിയിൽ ടീച്ചറാണ്, ആശാ വർക്കർ പ്രഭയാണ് നമ്മളോട് സംസാരിച്ചത്. അവർ പറയുന്നത് നേരത്തെ ഈ അംഗനവാടിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി ആക്കാൻ ഒരു ശ്രമം അവർ നടത്തിയിരുന്നു. അന്ന് കണ്ണ് മാത്രമാണ് ഈ ഷമീറ കാണിച്ചിരുന്നത്, പുറത്ത് അവരുടെ മുഖം പോലും കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. മാത്രമല്ല ഒരു പേരും ഒരു രേഖയും രേഖപ്പെടുത്തണ്ട, തങ്ങൾ പാലക്കാട് നിന്ന് വന്ന് താമസിക്കുന്നതാണ്, വാടകയ്ക്കാണ് ഈ പഴയ കരയ്ക്കാമണ്ഡപത്ത് താമസിക്കുന്നത്, അതിനാൽ അത് രേഖപ്പെടുത്തണം, അത് ഭർത്താവിന് ഇഷ്ടമല്ല എന്ന് ആശാ വർക്കറോട് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല അന്ന് അവർക്ക്
ഇവർ ഗർഭിണിയാണ് എന്നുള്ള കാര്യം അറിയില്ല. അതിനുശേഷം ഗർഭിണിയാണെന്ന് അറിഞ്ഞു. അതിനു പിന്നാലെ തന്നെ ഈ പ്രഭ എന്ന് പറയുന്ന ആശാ വർക്കർ അവരെ ഫോളോ ചെയ്യുന്നു. ഈ ഗർഭാവസ്ഥയിൽ സ്വാഭാവികമായി അത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു പ്രക്രിയയാണ്. ആശാ വർക്കർമാർ അങ്ങനെ അത്തരം കാര്യങ്ങൾ തിരക്കും, അത്തരം കാര്യങ്ങൾ ചോദിക്കും. അതിനൊരു ശ്രമം അവർ നടത്തി. പക്ഷേ അതിലൊന്നും തങ്ങളെ കൂട്ടണ്ട എന്നൊരു മറുപടിയാണ് അവർ നൽകിയത്. കാരണം ഭർത്താവിന് അത് ഇഷ്ടമല്ല, അത്തരം കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തണ്ട, അത്തരം ഒരു ആനുകൂല്യവും തങ്ങൾക്ക് വേണ്ട എന്നാണ് അവർ പറഞ്ഞതെന്നാണ് ഇപ്പോൾ പ്രഭ പറഞ്ഞത്. തൊട്ടടുത്ത അയൽപക്കത്ത് മജീദ നമ്മളോട് പറഞ്ഞതും സമാനമായ പ്രതികരണം തന്നെയാണ്. ഈ കാണുന്നതാണ് ആ വീട്. മുകളിലത്തെ നിലയിലായിരുന്നു ഷമീറയും ഈ കുടുംബവും താമസിച്ചിരുന്നത്, അതായത് ഈ കുട്ടികളും താമസിച്ചിരുന്നത്. അവർക്ക് 3 കുട്ടികളാണ്. രണ്ടാം ഭർത്താവാണ് ഈ പൂന്ത്ര സ്വദേശി നയാസ്. അദ്ദേഹം സ്ഥിരമായി ഇവിടെ വരുന്ന ആളല്ല എന്നാണ് അയൽക്കാർ പറയുന്നത്. ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ഇവർ ഗർഭിണിയാണ് എന്നവർ അറിയുന്നു. ഈ സമാനമായി തന്നെ ആരോഗ്യ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നതിനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ ഇദ്ദേഹം ഈ ചികിത്സ തടഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വ്യസനകരമായ കാര്യം. അയൽക്കാർ പറയുന്നതും പങ്കുവയ്ക്കുന്നതും അത്തരത്തിലുള്ള വിവരം തന്നെയാണ്. ഇന്നലെ ഈ പ്രസവവേദന അനുഭവപ്പെട്ടതിന് ശേഷം ഇവരെ ഇവിടെ നിന്ന് തൂക്കിയാണ് ഇതുവഴി പുറത്തേക്ക് എടുത്തതെന്നാണ് അയൽക്കാർ പറയുന്നത്. ചില അയൽക്കാർ നമ്മളോട് സംസാരിച്ചത് അവർ ആ സമയത്ത് തന്നെ മരണപ്പെട്ടിരുന്നിരിക്കാം എന്നാണ് പറയുന്നത്. അമിത രക്തസ്രാവം ഷമീറയ്ക്കുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും നവജാത ശിശുവും അതുപോലെ തന്നെ ഷമീറയും മരിച്ചിരുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനം നയാസിനെ ഇന്നലെ തന്നെ നിയമം പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇയാളുടെ കസ്റ്റഡി ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നയാസിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു എന്ന് പറയുന്നുണ്ട്. അയൽക്കാർ നേരത്തെ മജീദ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയും മകളും ഈ സമയത്ത്, അതായത് ഇന്നലെ ഈ പ്രസവവേദന അനുഭവപ്പെടുന്ന സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്നു. അതിൽ മൂത്ത മകൾ, ഈ ആദ്യ ഭാര്യയുടെ മൂത്ത മകൾ അക്യുപഞ്ചർ ചികിത്സയ്ക്ക് അതിൽ പരിശീലനം നേടുന്ന ആളാണ്. അത്തരത്തിൽ ആ ചികിത്സ നൽകിയാൽ മതി എന്ന് നയാസ് നിർബന്ധം പിടിച്ചിരുന്നു. തൻ്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ തനിക്കറിയാം എന്ന് നയാസ് നിർബന്ധം പിടിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് വന്നിരുന്ന ആരോഗ്യ പ്രവർത്തകരെ, ആശാ പ്രവർത്തകരെയൊക്കെ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു വിലക്കിയിരുന്നു എന്നാണ് അയൽക്കാരും അതുപോലെ തന്നെ തൊട്ട് മുമ്പ് സംസാരിച്ച ആശാ പ്രവർത്തകയും നമ്മളോട് പറഞ്ഞത്. വേണു. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.